എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു ഓപ്പൺ ടോക്സിലേക്ക് സ്വാഗതം. റഷ്യ ക്യാൻസറിനെതിരെ വാക്സിൻ കണ്ടുപിടിച്ചു. നാളെ മുതൽ ഈ ഒരു ചികിത്സയായിരിക്കുമോ, നമ്മുടെ എല്ലാ മാറാത്ത രോഗികളുടെ സ്റ്റേജുകൾക്ക് ഇതൊരു ഉത്തരമായിരിക്കുമോ എന്ന് കുറേ മെസ്സേജുകൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ എൻ്റെ രോഗികളും അവരുടെ ഫാമിലി മെമ്പേഴ്സും കുറേ ഫ്രണ്ട്സുകളും ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വിശദീകരണമായിട്ടാണ് ഇനിയെല്ലാം അറിയുന്ന കാര്യങ്ങൾ ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത്. ആദ്യത്തെ ഡിസ്ക്ലെയിമർ അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിനെക്കുറിച്ച് നമ്മൾ കാണുന്ന ഈ പേപ്പർ വാർത്തകളും ചെറിയ TV ന്യൂസും അല്ലാതെ ഒരു പൂർണ്ണമായിട്ടൊരു ആർട്ടിക്കിൾ അഥവാ ഇതിൻ്റെ ഒരു പേപ്പർ ഇതുവരെ റിലീസായിട്ടില്ല. എന്നിരുന്നാലും ഈ വാക്സിൻ്റെ കുറച്ച് കാര്യങ്ങളോട് ഞാൻ പങ്കുവെച്ച് തരാം. നമ്മൾ സാധാരണ ഒരു വാക്സിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജനിക്കുന്നൊരു കുട്ടിക്ക് കൊടുക്കുന്നൊരു കുത്തിവയ്പ്പാണ്. നമ്മുടെ പ്രതിരോധം കൂട്ടാൻ വേണ്ടിയിട്ടും ഭാവിയിൽ ആ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ. ഇപ്പോൾ നമ്മളൊരു പോളിയോ വാക്സിൻ എടുക്കുന്നു, അല്ലെങ്കിൽ മംസിൻ്റെ വാക്സിൻ എടുക്കുന്നു, BCG വാക്സിൻ എടുക്കുന്നു. അപ്പോൾ ഇതൊക്കെ സാധാരണ പ്രതിരോധ വാക്സിൻസാണ്. നമ്മൾ ഈ വിചാരിക്കുന്ന ഈ റഷ്യ ഡെവലപ്പ് ചെയ്ത വാക്സിൻ ഇതൊന്നൊരു പ്രതിരോധ വാക്സിൻ അല്ല, ഇതൊരു തെറാപ്യൂട്ടിക് വാക്സിനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അസുഖം വന്ന ഒരാൾക്ക് കൊടുക്കുന്ന ചികിത്സയാണ്, അല്ലാതെ അസുഖം വരാതിരിക്കാൻ വേണ്ടി നാളെ മുതൽ ജനിച്ച കുട്ടിക്കൊക്കെ ക്യാൻസർ വാക്സിൻ കൊടുക്കുന്നല്ല. അപ്പോൾ ഈ അസുഖം വന്ന ഒരു രോഗി, ഇപ്പോൾ ഈ വൻകുടലിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പഠനം നടത്തിയിട്ടുള്ളത്. അപ്പോൾ വൻകുടലിൻ്റെ ക്യാൻസറാണെന്ന് ഇരിക്കട്ടെ, അപ്പോൾ അതിൽ ക്യാൻസറിൻ്റെ സർജറി ചെയ്ത സ്പെസിമനോ അല്ലെങ്കിൽ ബയോപ്സിയോ അല്ലെങ്കിൽ രക്തത്തിൽ തന്നെ ക്യാൻസർ കോശങ്ങൾ വലിച്ചെടുക്കാൻ പറ്റും. അതിൻ്റെ ഒപ്പം രോഗിയുടെ mRNA, മെസ്സഞ്ചർ RNA എന്ന് പറഞ്ഞിട്ടുള്ള RNA, ഇതിലേത് ജനിതക കോശത്തിൻ്റെയാണ് തകരാറ് കൊണ്ടുകൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് മനസ്സിലായി. അതനുസരിച്ച് ഒരു മരുന്ന് ആ രോഗിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള മരുന്ന് ഉണ്ടാക്കി അത് ലാബിൽ ഡെവലപ്പ് ചെയ്ത് വൈറസുകളുടെ മുകളിൽ വെച്ച്, ആ വൈറസ് നമുക്ക് പാർശ്വഫലം ചെയ്യാത്ത വൈറസാണ്, എന്നിട്ട് അത് തിരിച്ചു കയറ്റുന്നൊരു പ്രക്രിയയാണ്. അപ്പോൾ അത് ചെന്ന് നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ ഇതേമാതിരിയുള്ള ടാർഗറ്റുകൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ ക്യാൻസറിനെ കൊല്ലാൻ സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു പുതിയ ശൃംഖലയാണ് ക്യാൻസർ ചികിത്സയിൽ. കീമോതെറാപ്പി, റേഡിയോതെറാപ്പി, സർജറിക്കൊക്കെ പുറമെ ഇമ്മ്യൂണോ തെറാപ്പി എന്ന് പറഞ്ഞിട്ട് പ്രതിരോധത്തെ കൊണ്ട് ക്യാൻസറിനെ കൊല്ലാൻ പറ്റുന്നൊരു ശൃംഖല തന്നെയുണ്ട്. അതിൽ ഒരു ഭാഗം മരുന്നുകളിപ്പോൾ ലഭ്യമാണ്, ഇമ്മ്യൂണോ തെറാപ്പി എന്ന് പറഞ്ഞ മരുന്നുകളിപ്പോൾ ലഭ്യമാണ്. പക്ഷേ ഈ വാക്സിൻ എന്ന് പറഞ്ഞത് ഇമ്മ്യൂണോ തെറാപ്പിയെക്കാളും കുറച്ചും കൂടിയും കോംപ്ലിക്കേറ്റഡ് ആണ്. പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ റഷ്യ എന്തുകൊണ്ടാണ് ഇപ്പോൾ കുറേ രാജ്യങ്ങൾ ഇതിൻ്റെ പിന്നാലെ ആയിരുന്നു കുറേ കഴിഞ്ഞ 10 കൊല്ലമായിട്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഇപ്പോൾ റഷ്യൻ വാക്സിനിൽ അത് എഫിക്കസി കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ mRNA എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സഞ്ചർ RNA അത് കൂടുതൽ സ്യൂട്ടബിൾ ആണ്. പിന്നെ എല്ലാ ക്യാൻസറുകളും ഒന്നല്ല, ഇപ്പോൾ 2 കുടലിൻ്റെ ക്യാൻസർ, 2 ബ്രസ്റ്റിൻ്റെ ക്യാൻസർ വ്യത്യസ്തമായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ രോഗിക്കും അതിന് അനുയോജ്യമായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് ചിട്ടപ്പെടുത്താൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഈ വാക്സിൻ തെറാപ്പിയുടെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു പേഴ്സണലൈസ് തെറാപ്പിയാണ് ഒരു രൂപത്തിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാന സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഒരു പ്രീ ക്ലിനിക്കൽ സ്റ്റഡി മാത്രമേ നടന്നിട്ടുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ മൃഗങ്ങളിൽ മാത്രമേ പരീക്ഷ നടന്നിട്ടുള്ളൂ, മനുഷ്യരിലുള്ള പരീക്ഷണം ജസ്റ്റ് ആരംഭിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കുറേ കടമ്പകൾ കടക്കാൻ ബാക്കിയുണ്ട്. phase 1, phase 2, phase 3 എന്നൊക്കെ പറഞ്ഞ് കുറേ ട്രയലുകൾ നടന്നതിന് ശേഷം മാത്രമേ അതിൻ്റെ പാർശ്വഫലങ്ങളും ഉപകാരങ്ങളും നോക്കി അതിന് ശേഷമാണ് നമ്മളത് അപ്രൂവൽ കിട്ടുകയുള്ളൂ. എന്നിരുന്നാലും നമ്മുടെ രോഗികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയൊരു ലൈറ്റ് ഓഫ് ഹോപ്പാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വരും കാലങ്ങളിൽ, കാരണം നമ്മളിപ്പോൾ പുതിയ കണ്ടുപിടുത്തങ്ങളും ഗവേഷണങ്ങളും വെച്ചിട്ട് ഒരു വാക്സിൻ ട്രീറ്റ്മെൻറ്റും ഡെഫിനറ്റ്ലി ക്യാൻസറിന് ഉണ്ടാവും. ഇതിൻ്റെ പുറമെ മെലനോമ എന്ന് പറഞ്ഞ സ്കിൻ ക്യാൻസർ, ബ്രെയിൻ ട്യൂമർ, ഗ്ലയോബ്ലാസ്റ്റോമ എന്ന് പറഞ്ഞ ബ്രെയിൻ ട്യൂമേഴ്സ്, ഇതിനൊക്കെ ഈ വാക്സിൻ ട്രയൽ ഒരുപാട് ഘട്ടത്തിലെത്തിയതായിരുന്നു. പക്ഷെ അതൊന്ന് ബ്രേക്ക് ത്രൂ ആയിട്ടില്ല. ഈ റഷ്യൻ വാക്സിൻ അവർ അവകാശപ്പെടുന്നത് ഏകദേശം 60 തൊട്ട് 80% വരെ ഫലപ്രാപ്തി ഉണ്ടെന്നും ചിലവരിൽ 100% ഉണ്ടായിരുന്നതാണ്. അപ്പോൾ എന്നിരുന്നാലും ബാക്കിയുള്ള പഠനങ്ങളും കൂടി വരട്ടെ. ഒരു ഓൺകോളജി കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു ബ്രേക്ക് ത്രൂ തന്നെയാണ്. നമുക്കൊരു പുതിയ ലൈറ്റ് ഓഫ് ഹോപ്പ് കാണുന്നുണ്ട്. ഇതിൻ്റെ ആർട്ടിക്കിൾസ് വരുന്നതിനനുസരിച്ചിട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ പേപ്പർ വന്നതിന് ശേഷം അതൊന്ന് കൃത്യമായി വിലയിരുത്തി പഠിച്ചതിന് ശേഷം ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്തു തരാം. താങ്ക് യു.